ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് ഗൈഡ്. പ്രൈസ് ആക്ഷൻ ട്രേഡിംഗിന്റെ 7ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുൻപത്തെ 6 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം ഈ 7ാമത്തെ വീഡിയോ കാണാം. കാരണം ഒന്നിനൊന്ന് അലൈൻ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. അത് കാരണം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോയിലും പറയുന്നില്ല. അതിനാണ് ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കണ്ടിട്ട് മാത്രം വരിക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വീഡിയോ ആണ് ഇന്ന് പറയുന്നത് മേജർ കീ ലെവൽസിനെ കുറിച്ചാണ്. നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ, ഒരു പാറ്റേൺ എടുക്കുമ്പോൾ, ഒരു എൻട്രി എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മേജർ കീ ലെവൽ ഏതാണെന്നുള്ളതാണ്. സോ എങ്ങനെയാണ് നമ്മൾ മേജർ കീ ലെവൽ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിന് മുൻപ് വേറെ കാര്യം കൂടി പറയട്ടെ. നമുക്ക് കുറച്ച് പേര് ഈ പറഞ്ഞ 5-6 വീഡിയോ ചെയ്തതിൽ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ച് നമ്മുടെ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. സോ വളരെ സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. കാരണം എപ്പോഴാണ് ഡൗട്ട് ഉണ്ടാവുക വെച്ചാൽ വല്ലതും മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അവർക്ക് ഡൗട്ട് ഉണ്ടാവുള്ളൂ. സോ മനസ്സിലാവുന്നു, അതുകൊണ്ട് അവർ ഡൗട്ട് ചോദിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ്. നമ്മളിപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ലെവലിലേക്ക് വരുന്നുണ്ട്. 5-6 വീഡിയോ ആയിട്ടുള്ളൂ. ഇനി കീ ലെവൽസ്, മൈനർ, എൻട്രി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതൊക്കെ കുറച്ച് അറിയുന്നവരാണെങ്കിൽ അവർ ആദ്യം തന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഇതൊക്കെ കണ്ടിട്ടില്ല, എനിക്ക് കുറച്ച് അറിയാം, ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കില്ല എന്ന് തന്നെ പറയട്ടെ. കാരണം നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. നിങ്ങൾക്ക് ക്ഷമ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്നോട് ഒന്നും തോന്നരുത്, ഞാൻ ഓപ്പണായി പറഞ്ഞുകൊണ്ട്. സോ ക്ഷമ ഇല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഓരോ സീരിയസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ വരിക. എത്ര പ്രാക്ടിക്കൽ നിങ്ങൾ എത്ര കാണാതെ പഠിച്ചാലും എത്ര വീഡിയോ ചെയ്താലും നിങ്ങൾ ചാർട്ടിന് മുമ്പിൽ ഇരുന്ന് അത് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. എൻ്റെ പേഴ്സണലി ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടും ഞാൻ ഇപ്പോഴും എനിക്ക് ഇങ്ങനെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വരാറുണ്ട്. സോ എനിക്കത് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ട്രേഡിംഗ് എന്നുള്ള ലെവലിൽ ഈ അനാലിസിസ് ഒന്നും ചെയ്യുന്നതിനേക്കാൾ ഉപരി എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം എനിക്ക് എൻ്റെ പ്രശ്നം എവിടെയെന്ന് എനിക്കറിയാം. ക്ഷമ ഇല്ല എന്നുള്ളത്, ഈ ഒരു എന്താണ് എടുത്തുചാട്ടം എന്നുള്ളത് കുറയ്ക്കണം എന്നുള്ള ഇമോഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ട്രേഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അനാലിസിസ് ഒന്നും ചെയ്യാത്തത്. പക്ഷെ എനിക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ഞാൻ ചെയ്യണം അതേപോലെ ചെയ്യാതിരിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു ഫെയിലിയർ ആണെന്ന് പറയുന്നില്ല ട്രേഡിൽ, പക്ഷേ ഒരു 100% പ്രോ ട്രേഡർ ഒന്നും അല്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ ചെയ്യാം. സോ അത് കുറയ്ക്കാനുള്ള വഴികളാണ് ഞാൻ ചെയ്യുന്നത്. സോ ഈ പ്രശ്നങ്ങൾ നിങ്ങളും പലരിലും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സുഖമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു തരാനും പറ്റുന്നത്. അത് ഉണ്ടാവരുത്, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റില്ല എന്നുള്ളത്. സോ നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ മേജർ കീ ലെവലിനെ കുറിച്ചായിരിക്കും മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതിന് പുറമെ നമുക്ക് ലാസ്റ്റ് കുറച്ച് വീഡിയോയിൽ 2-3 പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. സോ ആ ഡൗട്ട് ആദ്യം ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം മേജർ കീ ലെവൽ പറ്റിച്ച മൈനർ കീ ലെവൽ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. എത്രത്തോളം വലുതാവും എന്നറിയില്ല. ഇഫ് ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ, ഒരാഴ്ച ലോങ് ആവില്ല, ഉടൻ തന്നെ മൈനർ കീ ലെവൽസും നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ മേജർ കീ ലെവൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി തറോ ആക്കിയിട്ട് മനസ്സിലാക്കുക. സോ നേരെ വീഡിയോയിലേക്ക് പോവാം. വൺസ് അഗൈൻ നമ്മളുടെ വീഡിയോയുടെ സ്പോൺസർ എന്ന് പറയുന്നത് എത്തീരിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഏത് ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിലും മെറ്റാമാസ്ക് ആണെങ്കിലും ഏതെങ്കിലും ഒരു ഇതിനകത്ത് നമ്മൾ ഡെക്സിനകത്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. നമുക്കറിയാം ആമസോണിനകത്തും ഇതിനകത്ത് നമ്മൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വേണം. കാരണം എന്തായി അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ, അപ്ഡേറ്റ് അറിയാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് നല്ലത് തന്നെയാണ്. സൊമാറ്റോ ആണെങ്കിലും നമുക്ക് ഫുഡിൻ്റെ കേസിൽ കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സംഭവം തന്നെയാണ്. ഇവരുടെ മൾട്ടി ചെയിൻ ആവുന്നുണ്ട്. കാരണം എത്തീരിയം എന്നുള്ളത് മാറിയിട്ട് പല ക്രോസ് ചെയിൻസുമായിട്ട്, പല നെറ്റ്വർക്കുമായിട്ടും അതിനകത്ത് വന്ന ഡാപ്സുമായിട്ടും ഒരു കണക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ഡെക്സിനകത്ത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റായി മാറാൻ സാധ്യതയുണ്ട്. സോ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്റ്റാണ്. പിന്നെ ഇവരുടേതായ ഗവേണൻസ് മോഡലുണ്ട്, ഒരുപാട് ഗവേണൻസ് പരിപാടികളുണ്ട്. ഇവർക്ക് റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. റോക്ക് സ്റ്റാർ NFT എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു NFT ഇവരുടെ അതുപോലെ കോൺട്രിബ്യൂട്ടർക്ക് കൊടുത്തൊരു സാധനമാണ്. നല്ല രീതിയിൽ ഒരു കോൺട്രിബ്യൂട്ടർ കാണിക്കുന്നുണ്ട്. 900 പുഷ് ടോക്കണും അതുപോലെ തന്നെ ഒരു NFT ഇവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഈ റോക്ക് സ്റ്റാർ NFT ഗവേണൻസിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണ് തീർച്ചയായിട്ടും ചെന്ന് കാണുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ എപ്പോഴത്തേലും പോലെ വൈറ്റ് ബോർഡിനകത്താണ് ആദ്യം പറയുന്നത്. വീഡിയോ തുടങ്ങുന്നതിനേക്കാട്ടിലും ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ട്രേഡ് എടുക്കുന്ന ഈ ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രീവിയസ് ഡാറ്റാസ് ഒന്നും നോക്കുന്നില്ല. കറന്റ് പ്രൈസ് ആക്ഷൻ ഇപ്പം നിങ്ങൾ എപ്പോഴും ചാർട്ടിനകത്ത് ഇരിക്കാത്തവരാണെങ്കിൽ കറന്റ് ചാർട്ടിനകത്ത് വരുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ BTC അല്ലെങ്കിൽ എത്തീരിയം അല്ലെങ്കിൽ GBP അല്ലെങ്കിൽ ഗോൾഡ് ഏതാണെങ്കിലും അതിനകത്ത് മുന്നിൽ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ പ്രൈസ്, ഒരുപാട് പ്രീവിയസിലേക്ക് പോകേണ്ട കറന്റ് കാണുന്ന പ്രൈസ് ആക്ഷൻ്റെ ട്രെൻഡ് അനുസരിച്ചാണ് നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത്. സോ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ നിങ്ങളെടുത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാക്കിലേക്ക് എടുത്ത് നോക്കാൻ പറയുന്നത് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കാരണം അത് നിങ്ങൾക്ക് പഴയ ഡാറ്റാസിലെല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ കറന്റ് ഡാറ്റയിൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മാനിപ്പുലേറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രീവിയസ് ഡാറ്റയിൽ പോയിട്ട് ഹയർ ലോ ലോവർ ലോ എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ് പ്രൈസ് ആക്ഷനകത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതാണ് ഹയർ ലോ എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. സോ അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത് കറന്റ് പ്രൈസ് ആക്ഷൻ, അതായത് കറന്റ് പ്രൈസ് ആക്ഷൻ പറഞ്ഞാൽ മാക്സിമം ഒരു ദിവസത്തിന്റെ ഉള്ളിലൊക്കെ വരുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടാവുക. അത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, ആദ്യം കുറച്ച് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞത്
നെയിമിംഗ് കൺവെൻഷൻസിന്റെ ഭാഗത്തായിരുന്നു. ഇന്നലെയാണ് ഞാൻ രാവിലെയാണ് അത് കണ്ടത്. ഒരു ലോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ക്യാൻഡലിന്റെ വിക്ക് വളരെ താഴത്തേക്ക് വന്നിട്ടുണ്ട്, ഇതിനേക്കാളും ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഡൗട്ട് മാന്യമായിട്ടുള്ള ഡൗട്ടാണ്, കാരണം കറക്റ്റ് ആയിട്ടുള്ള ഡൗട്ട് തന്നെയാണ്. കാരണം ഇതൊരു ലോവർ ലോ ആണ് നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പം ഇത് ഇതിനും താഴത്തേക്ക് പോയതുകൊണ്ട് നമ്മൾ ഇതൊരു ലോവർ ലോ ആക്കണോ എന്നാണ്. നമ്മൾ ഒരു നെയിമിംഗ് കൺവെൻഷൻസ് വെച്ച് നോക്കും, ഒരൊറ്റ വിക്ക് മാത്രമല്ല, അതിനുശേഷം ഇത് മേലേക്കാണ് പോയേക്കുന്നത്. സോ ഒരു നെയിമിംഗ് കൺവെൻഷൻസിനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് മാത്രം ലോ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇത് കൺസിഡർ ചെയ്യേണ്ട, കാരണം ഒരു വിക്കേ ഉള്ളൂ. പക്ഷേ ഇതൊരു 4 hour ക്യാൻഡിലാണ്. നമ്മൾ എൻട്രീസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു 4 hour ക്യാൻഡിൽ നമ്മൾ ഒറ്റ ക്യാൻഡിലിനകത്തല്ല എൻട്രി എടുക്കുക, മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിനകത്ത് മാറിയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. സോ ഈ ഒരു സമയത്ത് 4 hour ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5 minute ക്യാൻഡിലോ ഒരു 50 minute ക്യാൻഡിലൊക്കെ പോകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഓരോ ക്യാൻഡിൽ ഉണ്ടാവും. സോ നമുക്കതെല്ലാം ഒരു പ്രോപ്പർ ബ്രേക്കൗട്ട് കിട്ടണം, എന്നാൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടാവുള്ളൂ. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. നെയിമിംഗ് കൺവെൻഷനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കാണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ണിൽ കാണുന്നത് ഏതാണോ ഹൈ, ഏതാണോ ലോ, ഏതാണ് ഹയർ ഹൈ, ഏതാണ് ഹയർ ലോ എന്നുള്ളത് മാത്രം മാർക്ക് ചെയ്യുക. സോ അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇത് ഒന്നാമത്തെ ഡൗട്ടായിരുന്നു. പിന്നെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൈസ് ആക്ഷൻ പ്രീവിയസിലേക്ക് പോകുന്നത്. അത് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മളൊരു 4 hour ചാർട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കുറേ ലൈൻ ഉണ്ടാവും. ഒരു 4 hour ഒരുപാട് വലിയ ക്യാൻഡിൽ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇത് മൊത്തം ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഹയർ ഹൈ ഹയർ ലോ ഒക്കെ ട്രേഡിങ്ങിന്റെ സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 2 ആഴ്ച മുമ്പത്തെ ചാർട്ടായിരിക്കും ചിലപ്പോൾ ഇവിടുന്ന് വരുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു 4 hour ചാർട്ട് വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ചിലപ്പോൾ മാക്സിമം ഈ ഒരു ലെവൽ മാത്രമേ, ഇത്രയും കൂടി വേണ്ട, നമുക്ക് ഈ ഒരു ലെവലിൽ നമ്മൾ ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടണം, എന്നാലാണ് നമുക്ക് കാര്യമുള്ളൂ. നമ്മൾ ട്രേഡ് ചെയ്യല്ല ചെയ്യണം, നമ്മൾ ലോങ് ഇൻവെസ്റ്റ്മെന്റ് നല്ലല്ല, ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ കറന്റ് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മാത്രം, അപ്പോഴത്തെ ട്രെൻഡ് ഏതാണ് അതിനനുസരിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ അത് നമ്മൾ മനസ്സിലാക്കുക. അത് രണ്ടാമത്തെ ഡൗട്ട് ക്ലിയർ ചെയ്ത്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാത്ത ടോപ്പിക്കാണ്, ഞാൻ മാക്സിമം അത് അവോയ്ഡ് ചെയ്താണ്. സബ്സ്ട്രക്ചർ, മൈനർ സ്ട്രക്ചർ, മേജർ സ്ട്രക്ചർ. മേജറും മൈനറും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സബ്സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടില്ല. സോ ഒരാൾ ചോദിച്ചിരുന്നു എന്താണ് സബ്സ്ട്രക്ചർ എന്നുള്ളത്. ഞാനത് മാക്സിമം പറയാനാണ്, കാരണം ഈ സബ്സ്ട്രക്ചർ നമ്മൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ കീ ലെവൽസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. സോ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്നാലും നിങ്ങൾക്ക് അറിയണമെന്നതിൽ ജസ്റ്റ് ബേസിക് ആയിട്ട് പറയാം. ഈ ഒരു പറയുന്ന കാര്യം നിങ്ങൾ ഇതോടുകൂടി സ്കിപ്പ് ചെയ്യണം, ഇത് വേറെ ലെവലിലേക്ക് കൊണ്ടുവരും, നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുള്ള ലെവലിൽ മാത്രമാണ് പറയുന്നത്. മേജർ സ്ട്രക്ചർ എന്താണെന്ന് നമുക്കറിയാം. ഒരു ഹയർ ഹൈ ഒരു ലോവർ ക്രിയേറ്റ് ചെയ്ത്, ഇതാണ് മേജർ സ്ട്രക്ചർ. സോ നമ്മൾ പറഞ്ഞ മൈനർ സ്ട്രക്ചർ പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ മൈനർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ സത്യം പറഞ്ഞാൽ ഈ ഒരു മൈനർ സ്ട്രക്ചറും സബ്സ്ട്രക്ചർ എന്ന് പറയുന്നതും സെയിം ആണ്. ഈ ഒരു ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഹയർ ഹൈയും ഹയർ ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ സബ്സ്ട്രക്ചർ എന്ന് പറയും. പക്ഷെ നമ്മൾ റീസെന്റ് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, ഇങ്ങനെ ഒരു സാധനം ഫോം ചെയ്തു, ഇങ്ങനെയാണ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു മൈനർ സ്ട്രക്ചർ ആണ്. അത്രയും കാണിച്ചു. ഈ സബ്സ്ട്രക്ചറിനകത്ത് വരുന്ന ചെറിയ സ്ട്രക്ചറിനെയാണ് നമ്മൾ മൈനർ സ്ട്രക്ചർ എന്ന് പറയും. പക്ഷെ നമുക്ക് ഇവിടെ സബ്സ്ട്രക്ചർ ആവശ്യമില്ലാത്തതുകൊണ്ട് മേജർ സ്ട്രക്ചറിനകത്ത് വരുന്നതിന് നമ്മൾ മൈനർ സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ അത് അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട, അതിനെ കൂടുതൽ ഞാൻ പറയുന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ വന്ന് ചോദിക്കുക, കുറച്ചും കൂടി ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ ഒരുപാട് പറയാത്ത കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ടാണ്. പിന്നെ ഇനി നമ്മൾ പറയുന്ന മേജർ കീ ലെവൽ. മേജർ കീ ലെവലിൽ നമുക്ക് 4 കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ട്രെൻഡ് ചേഞ്ചിങ്ങിന്റെ കേസിൽ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ട്രെൻഡ് ചേഞ്ച് എന്ന് കൺഫേം ചെയ്യുക. ഒരു ഹയർ ഹൈ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേറെ ഒന്നെന്ന് പറയണത് ഒരു ലോവർ ലോ ഒരു ഹയർ ഹൈ തരുന്നു, അതിനെ നമ്മൾ ട്രെൻഡ് ചേഞ്ച് എന്ന് പറയും. ഇത് രണ്ടുമാണ് പറഞ്ഞേക്കണം. സോ ഹയർ ഹൈ ലോവർ ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹയർ ഹൈ ആണ്, ഈ ഒരു ഹയർ ഹൈ നമുക്ക് ലോവർ ലോ തന്നു എന്ന് പറയണില്ല. അതായത് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, ഇവിടെ ഒരു ലോവർ ലോ തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ട്രെൻഡ് ചേഞ്ച് എന്ന് പറയും. സോ ഇവിടെ മേജർ കീ ലെവലിന്റെ കേസിൽ ഇവിടെ ഹയർ ഹൈ ലോവർ ലോ എന്ന് പറയുമ്പം ഈ ഹയർ ഹൈ ലോവർ ലോ തരുമ്പം ഈ ഒരു ഹയർ ഹൈ ഫസ്റ്റ് പറയുന്നത്, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ കീ ലെവലായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം ഇവിടെ ഹയർ ഹൈ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഹയർ ഹൈ ആയിരിക്കും നമ്മുടെ കീ ലെവല്. സോ ഇതാണ് നമ്മുടെ കീ ലെവല്. ഇവിടെ എന്താ ലോവർ ലോ നമുക്കൊരു ഹയർ ഹൈ തരികയാണ്. അപ്പൊ ലോവർ ലോ ഹയർ ഹൈ എങ്ങനെ തരണേ, അങ്ങനെ വന്നു ലോവർ ലോ തന്നു, ലോവർ ഹൈ നമുക്കൊരു ഹയർ ഹൈ തന്നു, ഇങ്ങനെയാണ് നമുക്ക് ലോവർ ലോ ഹൈ അല്ലെ, ലോവർ ലോ ഒരു ഹയർ ഹൈ ആണ് നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഏതാണ് ലോവർ ലോ, അപ്പം നമ്മുടെ ലോവർ ലോ ആണ് നമ്മുടെ കീ ലെവൽ. സോ ഇത് 2 കേസാണ്. ഇത് നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞേക്കണം എഴുതേക്കണം 4 ഉണ്ട്. അതിലിപ്പം പറഞ്ഞ ഹയർ ഹൈ ലോവർ ലോ ഹയർ ഹൈ എന്ന് നിങ്ങളൊരു നോട്ടിൽ എഴുതുക. എന്നിട്ട് അതിന്റെ സൈഡിൽ തന്നെ ചെറിയ രീതിയിലൊരു ഗ്രാഫ് വരയ്ക്കും, എങ്ങനെയാണ് ഹയർ ഹൈ ലോവർ ലോ വരുന്നത്, ഏതാണ് മേജർ ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വേറെ 2 കൂടി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ഹയർ ലോ നമുക്കൊരു ഹയർ ഹൈ തരുന്നു. അതുപോലെ തന്നെ വേറെ എന്താണ്, ലോവർ ഹൈ നമുക്കൊരു ലോവർ ലോ തരുന്നു. സോ ഇതെങ്ങനെയാണ് ഈ ഹയർ ലോ എങ്ങനെയാണ് ഹയർ ഹൈ തരുന്നത്, ഹയർ ഹൈ എങ്ങനെ ലോവർ ലോ തരുന്നത്, ഇങ്ങനെ വന്ന് ഹയർ ലോ നമുക്കൊരു ഹയർ ഹൈ തരുന്നു. ഇതാണ് നമ്മുടെ കീ ലെവൽ. ലെഫ്റ്റിലുള്ളതാണ് കീ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് എന്താ ഹയർ ലോ. അപ്പൊ ഈ ഹയർ ലോ ആയിരിക്കും, ഇവിടെയാണ് നമുക്ക് ഹയർ ഹൈ കിട്ടിയേക്കണത്. അപ്പം ഈ ഒരു ഹയർ ലോ നമ്മുടെ കീ ലെവലാവും. ഇനി ലോവർ ഹൈ നമുക്കൊരു ലോവർ ലോ തന്നു. ലോവർ ഹൈ ഏതാണ്, ഇതാണ് ലോവർ ഹൈ, ലോവർ ലോ തന്നു. അപ്പൊ നമുക്ക് ലെഫ്റ്റിൽ ഏതാണ് ലോവർ ഹൈ. അപ്പൊ ഈ ലോവർ ഹൈ ആയിരിക്കും നമ്മുടെ കീ ലെവൽ. കറന്റ് പ്രൈസ് ആക്ഷനിൽ മാത്രം നോക്കുക. പക്ഷെ നിങ്ങൾ ഇപ്പം
ചാർട്ടിനകത്ത് ഈ പറഞ്ഞ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഡാറ്റാസ് എല്ലാം എടുത്ത് മനസ്സിലാക്കുക കീ ലെവൽസ് എങ്ങനെയാണെന്നുള്ളത്. സോ ഈ ഒരു കാര്യം 4 കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഈ ഒരു 4 കാര്യം നിങ്ങൾ ഒരു നോട്ടിനകത്ത് എഴുതി അതിന്റെ അപ്പുറത്ത് തന്നെ ഒരു ചാർട്ട്, ഇതിന്റെ എക്സാമ്പിൾ എന്താണെന്നുള്ള ചാർട്ട് നിങ്ങൾ വരച്ച് കയ്യിൽ വെക്കുക. എപ്പോഴും നമുക്ക് ആവശ്യം വരും, എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സാധനം തന്നെയാണ്. ഇനി ഇത് നമുക്ക് നേരെ ചാർട്ടിനകത്ത് പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ചാർട്ടിനകത്ത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് പോകുന്നില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഡ്രോയിങ് പാനലിൽ പോയി ഇത് ഡിലീറ്റ് ചെയ്ത് എല്ലാ ഡ്രോയിങ്സ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് നോക്കണത്. ഇതിനകത്ത് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ട്രേഡ് എടുക്കുന്ന സമയമാണ്, ട്രേഡിങ്ങിന്റെ ഒക്കെ സമയം, എൻട്രീസും പാറ്റേൺസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ഇത്രയും ഡാറ്റാസ് തന്നെ നോക്കിയാൽ ധാരാളമാണ്. സോ ഇവിടെ നമ്മൾ ഒരു അഡ്വാൻസ് ലെവൽ, ഈ കീ ലെവൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇത്രയും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ കണ്ണിൽ കാണുന്ന ഇത്രയും ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണിൽ കാണുന്നത് മാത്രം മനസ്സിലാക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി ഇല്ലേ, ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയപ്പോൾ എന്താ ഉണ്ടായേ, ഇതാണ് നമ്മുടെ ഹയർ ഹൈ ഇതായിരുന്നു അല്ലേ. ഈ ഹയർ ഹൈ നമുക്ക് എന്താ ക്രിയേറ്റ് ചെയ്ത് തന്നേക്കണേ, ഒരു ലോവർ ലോ തന്നു. ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഹയർ ഹൈ ലോവർ ലോ തരുമ്പോൾ ഏതാണ് നമ്മുടെ മേജർ ഉണ്ടാവുക? സോ ഇതായിരിക്കും നമ്മുടെ മേജർ, കറക്റ്റ് അല്ലേ. ഇത് നമ്മുടെ ലോവർ ലോ. അപ്പൊ നമ്മുടെ ഹയർ ഹൈ ടു ലോവർ ലോ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു റേഞ്ചാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ ഇനി ഇതിനകത്ത് കടന്ന് ഇനിയിപ്പോൾ പ്രൈസ് ഇതിനകത്ത് തന്നെ റിട്ടേൺ അടിച്ച് ഇങ്ങനെ കടന്ന് കളിക്കുക എന്തൊക്കെ ചെയ്താലും നമ്മുടെ കീ ലെവൽ, മേജർ കീ ലെവൽ മാറില്ല. അൺലെസ് ഇത് ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോയാലോ, അതല്ലെങ്കിൽ ഈ ലോവർ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയാലോ മാത്രമേ നമ്മുടെ കീ ലെവൽ ഷിഫ്റ്റ് ആവുള്ളൂ. അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കീ ലെവൽ എപ്പോഴും ഇത് തന്നെ ആയിരിക്കും, മേജർ കീ ലെവൽ. മൈനർ കീ ലെവൽ അല്ല, മേജർ കീ ലെവൽ അത് തന്നെ ആയിരിക്കും. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹയർ ഹൈ ലോവർ ലോ കീ ലെവൽസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ മടിക്കാണ്ട് ടെലിഗ്രാമിൽ വന്ന് ചോദിക്കുക. പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ റെസ്പോണ്ട് ചെയ്യാം. കുറച്ച് ഡിലേ ആയാലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് തരാം. ഇനി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയേക്കണേ. ഇവിടെ എന്താ ഉണ്ടായേക്കണേ, ഈ ഒരു പ്രൈസിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. നമ്മൾ ഇത്രയും നോക്കുന്നുള്ളൂ, ഇത്രയും ഡാറ്റ ഉള്ളൂ. നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഡാറ്റ നോക്കുകയാണെങ്കിൽ അങ്ങനെ, മൈനർ സ്ട്രക്ചേഴ്സിന്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് ഇത് കീ ലെവലായി. സോ നമ്മൾ അത്രയ്ക്ക് പോകണ്ട, നമ്മൾ കണ്ണിൽ കാണുന്നത് മാത്രം നോക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ 1 അവറിലാകുമ്പോൾ ഇതിന്റെ ഈ ഒരു സാധനം ബ്രേക്കിലേക്ക് താഴത്തേക്ക് വന്നു, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആയപ്പം ഈ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമുക്ക് പല രീതിയിൽ പുഷ് വന്നിട്ടുണ്ട് ഇല്ലേ. ഇവിടെ നോക്കുക, നിങ്ങൾ ഇത് കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നു, ഇവിടെ തന്നെ ഇവിടെ വന്നു. ഇതിനകത്ത് നിങ്ങൾ പ്രൈസ് ആക്ഷൻ മാത്രം, കറന്റ് പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ നിങ്ങൾ നോക്കണമെന്നായിരിക്കും. ഈ ഒരു ഭാഗം മാത്രമാണെങ്കിൽ നമുക്ക് ഇവിടെ ലോ ബ്രേക്ക് ചെയ്ത് പോയി. അപ്പം നമ്മുടെ കീ ലെവൽ ഏതായി, ഇതായിരിക്കും മേജർ കീ ലെവൽ. കാരണം ഇത്രയും കാര്യം മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് ആക്ഷൻ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നപ്പോൾ ഇതാണ് നമുക്കൊരു എൻട്രി കിട്ടിയത്. സോ ഈ ഒരു മേജർ കീ ലെവലിൽ വന്ന് ബ്രേക്കായി, അത് വീണ്ടും ബ്രേക്കായി. ഇത് അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടിയേക്കണേ എവിടെയാ. സോ ഇതാണ് അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയേക്കണത്. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൊടുക്കാൻ വേണ്ടി ഫോം ചെയ്ത ഹൈ ഏതാ, ഇതാണ്. ഈ ഒരു പുഷ് ഫേസ് ആണ് നമുക്ക്, ഈ ഒരു എക്സോഷൻ ഫേസ് ആണ് നമുക്ക് ഇത് താഴത്തേക്ക് വന്നേക്കണം. അപ്പോൾ ഇത് നമ്മുടെ മേജറായി. ഇനി ഇത് കുറച്ചും കൂടി താഴത്തേക്ക് പോയേ, ഈ താഴത്തേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടായേ, ഇവിടെ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയേക്കണത് ഇവിടെയാണ്, ഈ ഒരു ഏരിയയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയേക്കണത്. സോ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരാൻ വേണ്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്ത പുഷ് ഫേസ് ഏതാ, ഇതല്ലേ പുഷ് ഫേസ് ആയി വന്നേക്കണേ. ഇവിടെ നമുക്ക് 1 2 3 4 ഒരു 1 2 3 ഒരു 3 ക്യാൻഡിൽ മിനിമം വന്നിട്ടുണ്ട്. ഒരു 3 ക്യാൻഡിലിന്റെ ഒരു എക്സോഷൻ മേലേക്ക് വന്നിട്ടുണ്ട്. ഒറ്റ ക്യാൻഡിലാണെങ്കിൽ ഈ ഒരു ഇത് മാത്രമാണ് വന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഗ്രീൻ ആണ്, ഈ കാണുന്ന ഒരു ഡോജി എന്ന് പറയുന്നില്ല, ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ, ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഒരു ഗ്രീൻ കളറിലാണ് വന്നതെന്ന്, അടുത്ത ഒരു താഴത്തേക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ മേജറായിട്ട് കൺസിഡർ ചെയ്യില്ല. കാരണം ഒറ്റ ക്യാൻഡിലേ ഉള്ളൂ, നമ്മൾ ഒരിക്കലും അതിനെ മേജറായിട്ട് കൺസിഡർ ചെയ്യില്ല. എന്നാൽ ഇവിടെ നോക്കിയ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നു, ഒരു ബുള്ളിഷ് വന്നു, വീണ്ടും ഒരു റിജക്ഷൻ വന്നു, എന്നിട്ടാണ് ബ്രേക്ക് ആയത്. അപ്പോൾ ഇവിടെ 2-3 ക്യാൻഡിൽ റിജക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. പ്രൈസ് ഇവിടെ കടന്ന് കുറച്ച് പരിങ്ങാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ മേജറായിട്ട് കൺസിഡർ ചെയ്യും. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി താഴത്തേക്ക് പോയി. അടുത്ത കീ ലെവൽ എവിടെയാണ് നമുക്ക് കിട്ടി, സോ ഇതാണ് നമുക്ക് കീ ലെവൽ കിട്ടിയത്. ഇതല്ലേ ബ്രേക്ക് ആയത്, ഈ ഒരു കീ ലെവൽ. കാരണം ഈ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഇതാണ് ക്രിയേറ്റ്. അപ്പോൾ നമുക്ക് ഏതായി, നമ്മുടെ കീ ലെവൽ ഏതായി, മേജർ കീ ലെവൽ ഏതായി, ഇതായിരിക്കും നമ്മുടെ മേജർ കീ ലെവൽ. സോ ഇങ്ങനെയാണ് നമ്മൾ മേജർ കീ ലെവൽസ് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യുക. 4 അവർ 1 അവർ മാക്സിമം 4 അവറിനകത്ത് 1 അവറിനകത്ത് നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക, കീ ലെവൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് മറ്റുള്ള മൈനർ കീ ലെവലിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിപ്പോൾ നമ്മൾ ഇത്രയ്ക്ക് ഡാറ്റ നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ, നിങ്ങൾ കുറച്ച് ലോങ് ആയിട്ടുള്ള ഡാറ്റാസ് എടുക്കുക. ഇത്രയും ഡാറ്റാസ് എടുത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ണിൽ കാണുന്ന ഏതാണ് അത് മാത്രം നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡാറ്റാസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഇത് നിങ്ങൾക്ക് ഒരു മേജർ ആയിട്ട് കൺസിഡർ ചെയ്യാം, ഈ ഒരു മേജർ ലെവലായിട്ട് കൺസിഡർ ചെയ്യാം, തെറ്റില്ല. കാരണം ഈ ഒരു മേജറും ഇതാണ്. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാ,
ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. സോ ഇതിനകത്ത് കടന്ന് കളിക്കുന്ന എല്ലാം മൈനറാണ്, അത് മീൻസ് മേജർ സ്ട്രക്ചേഴ്സ് അല്ല, സബ് സ്ട്രക്ചേഴ്സ് ആണ്. സോ നമുക്ക് ഇപ്പോഴും ഇത് റേഞ്ചിനകത്താണ് കടന്ന് കളിക്കുന്നത്. പക്ഷേ ഇത്രയും പോകുമ്പോൾ നമുക്ക് എന്താ ഇവിടെ എൻട്രീസ് ഒന്നും കിട്ടില്ല. മേജർ കീ ലെവൽ മേജർ കെല്ലു പറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് എൻട്രീസ് പോകുമ്പോൾ നമ്മൾ എൻട്രീസ് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാക്സിമം ഇത് മാത്രമായിരിക്കും എടുക്കുന്നുണ്ടോ. ഇവിടെ നോക്കി ബാക്കിൽ എന്ത് നടക്കണമെന്ന് നോക്കില്ല. നമ്മൾ ഇവിടുന്ന് വന്നു, ഒരു ബ്രേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ സാധനം ഏതാ, നമുക്ക് ഇതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മുടെ കീ ലെവൽ എന്ന് പറഞ്ഞ സാധനം ഏതായിരിക്കും, ഇവിടെ 1 2 3 ക്യാൻഡിൽ ഉണ്ട്, വലിയ രീതിയിലൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മേജർ കീ ലെവലായിട്ട് ആക്ട് ചെയ്യും. കാരണം ഇവിടെ നോക്കി ഇത്രയും താഴത്തേക്ക് വന്നിട്ട് ഒരു മേജർ കീ ലെവലായിട്ട് ആക്ട് ചെയ്തു. അതിനുശേഷം ഇത് നമ്മുടെ ലോ ആണ്. സോ ഇതിനകത്ത് കടന്ന് കളിക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കാനൊന്നുമില്ല, വളരെ എളുപ്പമാണ്. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് ഒരുപാട് കടന്ന് ചിന്തിക്കാണ്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് മാർക്ക് ചെയ്യുക. ഡൗട്ട് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വന്ന് ടെലിഗ്രാമിൽ ചോദിക്കുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ മൈനർ കീ ലെവലാണ്. മേജർ മനസ്സിലായി പക്കയായി കഴിഞ്ഞാൽ മാത്രമേ മൈനർ പോയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ മൊത്തം കുഴപ്പം ഒന്നും മനസ്സിലാവില്ല, എൻട്രീസ് പോലും നിങ്ങൾക്ക് മിസ്സാവും. സോ മാക്സിമം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇത് ചോദിക്കുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.